അപ്പോൾ നമ്മുടെ ചിക്കൻ ലിവർ റോസ്റ്റ് സാധനം റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. സാധനം ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു പീസ് അങ്ങോട്ട് ബ്രെഡിൻ്റെ അകത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ബ്രെഡും ചിക്കൻ ലിവർ റോസ്റ്റും കിട്ടില്ല കോമ്പിനേഷനാണ്. എടുക്കട്ടെ. ഓ പൊളി കേട്ടാ, രക്ഷയില്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെഫ്സ് വ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ചിക്കൻ ലിവർ കുരുമുളകിട്ട് ഫ്രൈ ചെയ്ത് റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. അതിനുവേണ്ടിയുള്ള അടുപ്പൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്യാലോ. കല്ലൊക്കെ കൂടെ വെച്ച് സാധനം അവിടെ റെഡിയാക്കാൻ പറ്റും. അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു രുചി ഉണ്ടാവും. അതിനുവേണ്ടി നമ്മൾ വിറകടുപ്പിൽ തന്നെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുപ്പ് കത്തിച്ചെടുക്കാം. നമ്മുടെ അടുപ്പൊക്കെ കത്തിയുന്നുണ്ട്. പിന്നെ ചിരട്ടയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് കത്തിച്ചെടുക്കാം. ഓക്കെ, അടുപ്പ് കത്തിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഒരു ഏകദേശം 1/2 കിലോ എടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് ഒരു ഏകദേശം 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. ഇനി അതിൻ്റെ വേണ്ടി ഇൻഗ്രീഡിയൻസ് ഏതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മല്ലിപ്പൊടി ഒരു ഏകദേശം 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മസാലപ്പൊടി ഒരു 1 ടീസ്പൂൺ എടുത്തായിരുന്നു. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പെടുത്ത്, പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി, അതായത് കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത്. അത് എരിവുണ്ടാവില്ല. പിന്നെ അതുപോലെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതുകൂടാതെ വേപ്പിലയും പുതിനയിലയും കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഉള്ളി ഒരു 5 ചെറിയ ഉള്ളിയും പിന്നെ ഒരു ചെറിയ സവാളയും കൂടി അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു ചെറിയ തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, അതായത് നമ്മളത് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ അതുപോലെ കുരുമുളക്, വേപ്പില, പിന്നെ അതുപോലെ ഒരു ചതച്ച മുളക്, അതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തേക്കുന്ന ഒരു ഗ്രേവി ആണ് കണ്ടത്. അപ്പോൾ നമുക്കിനി നേരെ കുക്കിങ്ങിലേക്ക് ഇട്ടാലോ. അപ്പോൾ നമ്മുടെ തീ റെഡിയായി വന്നിട്ടുണ്ട്, കത്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് കൊടുക്കും. അലൂമിനിയം ചട്ടിയിലിട്ടാണ് റെഡിയാക്കാൻ ഉദ്ദേശിക്കണം. അപ്പോൾ നമുക്കിന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. നമ്മുടെ സവാള ഉള്ളിയെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയിടണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വെക്കണം പറഞ്ഞേ, പെട്ടെന്ന് വഴറ്റി വരും. നമ്മുടെ അടുത്ത മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. അതായത് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ അതുപോലെ വേപ്പില, പിന്നെ അതുപോലെ ഇടിച്ച മുളക്, പിന്നെ ഇഞ്ചി, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കണം. നമ്മുടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പച്ചവളം കൂടി അവിടെ ചേർത്ത് എടുത്തിട്ട് കൂടെ വെക്കാം. എന്നിട്ട് ഒരു വേപ്പിലയുടെ തണ്ടും കൂടി നമുക്ക് അവിടെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പുതിനയില ഒന്നുകൂടെ ഇറക്കി കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി രണ്ട് വെക്കാം. നമ്മുടെ പൊടികൾ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കശ്മീരി മുളക് പൊടി നമ്മൾ എടുത്തിട്ടുണ്ടായി, നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുരുമുളക് പൊടി നമുക്ക് കുറച്ചെടുക്കാം, എന്നിട്ട് ആവശ്യത്തിന് പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ കയ്യിൽ ചൂടാണ്ട് മാറ്റി വെച്ചു. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി,
ഉപ്പ് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കരളിൽ. അതുകൊണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഒന്ന് മസാലയൊക്കെ മുരിഞ്ഞാൽ കുറച്ച് എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ലേശം കൂടി എണ്ണ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും അത് പൊടികളെല്ലാം മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ചിക്കൻ ലിവറും കൂടി അങ്ങോട്ട് ആഡ് കൊടുത്ത് നമ്മൾ ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഗ്രേവി ഒക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് വേകാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് നമുക്കൊന്ന് പയ്യെ വേവിച്ചെടുക്കാം നേരിയ രീതിയിൽ. ഇടക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം നല്ലതായിട്ട്. അടിക്ക് പിടിക്കാരി കിടക്കുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ ലിവർ റോസ്റ്റ് സാധനം റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി എരിവ് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ലാസ്റ്റ് കുരുമുളക് പൊടി നാട് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ ഇളക്കി പിടിച്ചിടുക. അതിവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇതിനെ കുറച്ച് വേപ്പില അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാണല്ലോ നൈസായിട്ട് ഇളക്കി സാധനം വെറുതെ പൊളി അല്ലേ. അപ്പോൾ നമ്മുടെ കരള് ചിക്കൻ കരള് റോസ്റ്റ് സെറ്റാണ്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ലിവർ സെർവിങ് ഡിഷിലേക്ക് എടുത്ത് മാറ്റാം. ആഹാ എന്താ മണം സ്പെഷ്യലാ. നല്ല ചൂടുണ്ട്. നമ്മുടെ ചിക്കൻ ലിവർ റോസ്റ്റ് റെഡിയാക്കി നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ചേക്കുന്ന ടേസ്റ്റ് ചെയ്തോടെ കാരണം അടിപൊളിയായിരുന്നു. ഉണ്ടാക്കിയപ്പോൾ തന്നെ നമുക്ക് സ്മെല്ലൊക്കെ വന്നിട്ട് ഇഷ്ടമില്ല. നമ്മളൊരു ചെറിയൊരു പീസ് അങ്ങോട്ട് ബ്രെഡിൻ്റെ അകത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ബ്രെഡും ചിക്കൻ ലിവർ റോസ്റ്റും കിട്ടില്ല കോമ്പിനേഷനാണ്. എടുക്കട്ടെ. ഓ പൊളി കേട്ടാ, രക്ഷയില്ല. കോമ്പിനേഷനേ താർത്തിട്ടുണ്ട്. എൻ്റെ അമ്മോ ട്രൈ ചെയ്ത് നോക്കണോടെ എല്ലാവരും. സാധനം വെറുതെ പൊളിച്ചിട്ടുണ്ട്. ഇതിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചിക്കൻ ലിവർ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, നമ്മുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അവരും സ്വാദിഷ്ടമായിട്ടുള്ള വിഭവം സ്വീകരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.